അടുത്തായി നമ്മുടെ സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കും. വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണമെന്ന് ആവശ്യം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു വയനാട്ടിൽ മെഡിക്കൽ കോളേജ്. അദ്ദേഹം പറഞ്ഞ സ്ഥലം എവിടെയാണ്? 50 ഏക്കർ സ്ഥലം ഞങ്ങൾ ട്രസ്റ്റ് സൗജന്യമായി ഗവൺമെൻറ് നൽകിയിട്ട് ആ സ്ഥലം ഏറ്റെടുക്കാൻ 3 വർഷം അതിൻ്റെ പുറകെ കൂടിയ ഒരാളാണ് ഞാൻ. സൗജന്യമായി നൽകിയ സ്ഥലം. ഇത് ഡിസാസ്റ്റർ ഇതിൻ്റെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് 400 ചില്ലാനം ഏക്കർ ഏറ്റെടുത്ത് ഈ പദ്ധതി അവിടെ പൂർത്തീകരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു മന്ത്രിസഭാ ടീമിനെ തന്നെ അവിടെ നിയോഗിച്ച് ഇവരെ ദുരിതങ്ങൾ പരിഗണിച്ചുകൊണ്ട് വാടക വീട്, പഠിക്കാനുള്ള സൗകര്യം, ദിവസമുള്ള വരുമാനം, ഇതെല്ലാം ഗവൺമെൻറ് ചുമതല ചിത്ര ഗവൺമെൻറ് മുമ്പ് ഇത് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അത്ഭുതകരമായ നേട്ടങ്ങൾ സൃഷ്ടിച്ചൊരു ഗവൺമെൻറ്റാണിത്. അപ്പോൾ വയനാട്ടുകാരെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും, ഞാനും LDFിൻ്റെ ഭാഗമാണ്, വയനാടിൻ ജനതയെ കൈപിടിച്ച സർക്കാരിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വ്യവസായ സ്ഥാപനം തുടങ്ങാനോട് സാധ്യമല്ല. ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. പക്ഷെ കേരളത്തിന് പറ്റുന്ന നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിക്കും. അതിനുള്ള മാനവവിശേഷി നമുക്കിവിടെ ഉണ്ട്. അത് പുറത്തു പോകാതെ നോക്കി അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അവർ നിങ്ങൾ കണ്ടു. അതുമാത്രം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ ഇവിടെ വരണം. ഒരു കാലത്ത് അതിനെ എതിർത്തിട്ടുണ്ടാവാം. പക്ഷെ ഇന്നത്തെ ലോക വ്യവസ്ഥയിൽ നമ്മളെ കുട്ടികൾ മുന്നേറണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാവണം. അങ്ങനെ ഓരോ മേഖല പരിശോധിക്കുമ്പോഴും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിന്ന് കൽപ്പറ്റ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വരുന്നു. ഞാൻ പറഞ്ഞു 2006 അന്ന് വയനാട് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ അന്ന് അവിടുത്തെ ജനതാശ്രയം കണ്ടത് LDFിലാണ്. 3 ആൾക്കാരും LDF MLA-മാരായ ഞാനടക്കം. അന്ന് കർഷക കടാശ്വാസ കമ്മീഷൻ, കർഷകന്റെ കടം, അതിൻ്റെ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനും പ്രവർത്തിച്ചിരുന്നു. അതിന് ഗുണം വയനാട്ടിൽ ലഭിച്ചു. ഇന്നിവിടെ പറഞ്ഞു, വടകര എടുത്തു പറയത്തക്ക എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുണ്ടോ? ഇവിടെ 140 MLA-മാർക്കും ഒരേ തരത്തിലുള്ള പരിഗണന ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് കിഫ്ബിയുടെ പദ്ധതികൾ നല്ല രീതിയിൽ ഇവിടെ വന്നില്ല? ആ ചോദ്യം ചോദിക്കണ്ടേ? വടകരയും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി മുന്നേറണ്ടേ? ഇവിടെ വിവിധ പദ്ധതികൾ വരണ്ടേ? ഞാൻ മെഞ്ഞാന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഞാനൊരു ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ഞാൻ കണ്ടു. നിങ്ങളാരും കണ്ടിരുന്നോ? അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ഇത് കേരളം തന്നെയാണോ എന്നുള്ളത്. കെട്ടിട സമുച്ചയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ? വിവിധ തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഇവിടെ അടക്കം വരകടയിലെ ആൾക്കാർക്കടക്കം അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യം അവിടെ ഒരുങ്ങുകയാണ്. പറയത്തക്ക എന്ത് വികസന പ്രവർത്തനങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം എന്നുള്ളത് കേരള ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ ആവശ്യം മാത്രമല്ല. ഇന്നെന്നോട് ചില മാധ്യമപ്രവർത്തകർ വയനാട് ചോദിച്ചു, ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണോ എന്ന്. ഞാൻ പറഞ്ഞല്ല, ഇലക്ഷൻ മുന്നിൽ കണ്ട് 100 വീടിൻ്റെ തറക്കല്ലിട്ടതാണ് ഇലക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അവിടെ തറക്കല്ലും കാണാനില്ല. കോൺഗ്രസ് ഇട്ടതില്ല. ഒരു ഗവൺമെൻറ് വീട് നിർമ്മിക്കുന്നത് ഇലക്ഷന് വേണ്ടിയിട്ടാണോ? ഈ വയനാട്ടിൽ വലിയ ദുരിതം നടന്നപ്പോൾ അവരെ സഹായിക്കുന്നത് രാഷ്ട്രീയ ഫണ്ടാണോ എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താണ് പറയുന്നത്? തുരങ്കപാത ഞങ്ങൾ ഇല്ലാതെയാക്കും, കിഫ്ബി ഞങ്ങൾ ഇല്ലാതെയാക്കും, വികസന പ്രവർത്തനം എല്ലാം ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറയുന്ന UDF. ഇവിടെ പറയുന്നു ആരുണ്ട് LDF അല്ലാതെ? ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു പ്രയോജനമില്ല, വന്നിട്ട് കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുക. ഈ നാടിൻ്റെ പുരോഗതിക്കായി ഒരിക്കൽ കൂടി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരണം. ഇന്നലെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ആരോ മുഖ്യമന്ത്രി ചോദിച്ചാൽ 10 വർഷം ഞങ്ങൾക്ക് 91 വയസ്സാവില്ലെന്ന്. ആർക്കെത്ര വയസ്സാവുന്നു എന്നുള്ളല്ലോ ഇവിടെ പ്രശ്നം. നമ്മൾ നാട് ഭരിക്കുമ്പോൾ 50 വർഷം കഴിഞ്ഞാൽ ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നതാണ് പ്രശ്നം. ആ കാഴ്ചപ്പാട് ഇടതു മുന്നണിക്കുണ്ട്, ആ നയിക്കുന്ന നേതാവിനുണ്ട്, ആ ഗവൺമെന്റിനുണ്ട്.
അത് നമ്മൾ അതിൻ്റെ ഗുണമനുഭവിക്കാത്ത ആരും കേരളത്തിലില്ല. ഇവിടെ ബിനീഷ് പറഞ്ഞു നേരത്തെ, ഈ ഗവൺമെൻറ് കരുതൽ ലഭിക്കാത്ത ആരാണുള്ളത്? 2 മാസത്തെ പെൻഷൻ നൽകാൻ വേണ്ടി പോവുകയാണ്. അതായത് മാർച്ച് മാസം, ഏപ്രിൽ മാസം വിഷു വരികയാണ്, ഈസ്റ്റർ ഉണ്ട്. 4000 കോടി രൂപയാണ് നൽകുന്നത്. ഇവിടെ പല ഗവൺമെൻറ് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിക്കാറുണ്ട് 6000 രൂപ പിന്നെ കുടുംബത്തിന്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. കർണാടകയിൽ നമ്മൾ കണ്ടു, പല സംസ്ഥാനങ്ങൾ കണ്ടു. ഇപ്പോൾ പിന്നെ എത്ര 200 പിന്നെ യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ. ഇപ്പം അവിടെ പോയി നോക്കുന്ന സ്ഥിതിന്ന് ഇത് ഇലക്ഷൻ വാഗ്ദാനങ്ങളല്ല. കേരളത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് അതിൽ തുടർച്ചയുണ്ട്. അത് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നൽകപ്പെടുന്നുണ്ട്. അത് സംശയവും വേണ്ട. അത് ഇലക്ഷൻ വാഗ്ദാനങ്ങളൊന്നുമല്ല. ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു മുന്നണിയിൽ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആ സർക്കാർ 2-3 അധികാരത്തിൽ വരുന്ന കുറിച്ച് സംശയവുമില്ല. ഇവിടെ മത്സരിക്കുന്ന MK ഭാസ്കരനാണ്. അദ്ദേഹം സാധാരണ മനുഷ്യനാണ്. ഞാൻ വെറുതെ നോക്കി, അദ്ദേഹത്തിന് കടം മാത്രമേ ഉള്ളൂ. അത് കുറേ ഉണ്ട് തന്നെ, ചില്ലറ കടമൊന്നുമല്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോവാ കടത്തിൻ്റെ കണക്ക് കേട്ടാൽ. അതാണ് ഇത്ര വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞ് കടം മാത്രമാണ്. 1 രൂപ ഉണ്ടാക്കിയിട്ടില്ല. 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്തായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനത്തിനാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ MK ഭാസ്കരന് സാധിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. അപ്പം നിങ്ങളോട് MK ഭാസ്കരനെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ റാന്തൽ അടയാളത്തിൽ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇവിടെ ഇപ്പോൾ പല ക്ലെയിമുകളും കാണാം. ഞങ്ങൾ കുറേ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ചില ആൾക്കാരുടെ പേരിൽ വരും. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ മാസം കുറച്ച് വീടുകൾ നൽകണ്ട. പക്ഷേ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല. തന്നെ അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട. നൽകുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ലേ, സ്ഥാപനം. അതൊക്കെ ആരുടെ പേരിലാണ് ഇപ്പോൾ എഴുതി ചേർക്കപ്പെടാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെ അതൊക്കെ വന്നെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി നേരത്തെ ചന്ദ്രൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ഇടതുപക്ഷത്തെ കൈവെക്കാൻ MK ഭാസ്കരനെ നിങ്ങൾ അവിടെ തിരഞ്ഞെടുത്തയക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ മണ്ഡലത്തിന് മികവ് ഉണ്ടാവുകയുള്ളൂ, ഒരു കോട്ടം സംഭവിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അനുമതിയോടുകൂടി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.